എല്ലാ വികസന സൂചികകളിലും രാജ്യത്തിന് മാതൃകയായ കേരളത്തെ ഗുജറാത്താക്കാൻ തയ്യാറെടുക്കുന്ന പ്രധാനമന്ത്രി തിരക്ക് കാരണം താങ്കൾ വിട്ടുപോയ ഗുജറാത്തിന്റെ വികസന സൂചികകളിലെ ചില കണക്കുകൾ പറഞ്ഞുതരാം. ശിശുമരണ നിരക്കിൽ 19ാം റാങ്ക്, വളർച്ച മുരടിച്ച കുട്ടികൾ 26ാം റാങ്ക്, ശുചിത്വ സൗകര്യമുള്ള വീടുകൾ 18ാം റാങ്ക്, സ്കൂളിൽ ചേർന്ന കുട്ടികളുടെ കണക്കിൽ 21ാം റാങ്ക്, സ്കൂളിൽ പോയിട്ടുള്ള സ്ത്രീകളുടെ കണക്കിൽ 19ാം റാങ്ക്. ഇങ്ങനെ തുടങ്ങി വികസന സൂചികകളിൽ ഗുജറാത്തിന്റെ നില അല്പമെങ്കിലും മെച്ചപ്പെടണമെങ്കിൽ ഈ പട്ടികയിൽ ഗുജറാത്തിന് താഴെ കുറെ സംസ്ഥാനങ്ങൾ കൂടി പുതുതായി എഴുതി ചേർക്കേണ്ടി വരും. തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾക്ക് ഇൻഡോർ മോഡൽ ബ്ലൂ പ്രിന്റ് ആയിരുന്നു തലസ്ഥാനത്തെ ആദ്യ BJP മേയറുടെ വാഗ്ദാനം. ഇൻഡോറിലെ BJP ഭരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ വിതരണം ചെയ്ത മലിനജലം കുടിച്ച് മരിച്ചത് 23 പേർ. ഇവിടുത്തെ സർക്കാരിനെതിരെ പ്രധാനമന്ത്രി നുണയുടെ കോട്ട പണിയുമ്പോൾ BJPയുടെ ഇതേ ഇൻഡോറിൽ മലിനജലം കുടിച്ച് ആശുപത്രിയിലായത് 22 പേർ. ഭരണത്തിലുള്ള ഇടങ്ങളിൽ മാറാത്തതിനെയൊക്കെ BJP മാറ്റിയത് ഇങ്ങനെയാണ്: മനുഷ്യന്റെ ജീവനെടുത്തും അവന്റെ അവകാശങ്ങളെ റദ്ദു ചെയ്തും. BJPയുടെ ഈ വിധമുള്ള വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് കേരളത്തിന് മേൽ കെട്ടിവെക്കാതിരുന്ന നരേന്ദ്രമോദിക്ക് കൂപ്പുകൈ. 21 കോടി മുടക്കി നിങ്ങൾ നിർമ്മിച്ച വാട്ടർ ടാങ്ക് ഉദ്ഘാടനത്തിന് തൊട്ടുമുൻപ് തലകീടായി വീണിട്ടുണ്ട് താങ്കളുടെ ഗുജറാത്തിൽ. UPയിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ രോഗികൾക്കൊപ്പം വിശ്രമിക്കുന്നുണ്ട് എലികളും നായ്ക്കളും. മധ്യപ്രദേശിൽ മനുഷ്യന്റെ ജീവനെടുക്കുന്നുണ്ട് നിങ്ങൾ വിതരണം ചെയ്ത ദാഹജലം. പ്രിയപ്പെട്ട നരേന്ദ്രമോദി, മാറാത്തതിനെ മാറ്റി വെള്ളം കുടിച്ചു മരിച്ചു വീഴുന്ന മധ്യപ്രദേശ് ആക്കരുത് കേരളത്തെ. നായ്ക്കൾക്കൊപ്പം കിടക്കേണ്ടി വരുന്ന ഉത്തർപ്രദേശ് ആക്കരുത് കേരളത്തെ. കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന ഗുജറാത്ത് ആക്കരുത് കേരളത്തെ.